ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റായിട്ട് നമ്മുടെ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ഒരു 3 കുർത്തീൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കളറ് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു ഞാനിതിൽ ഈ ഒരു കുർത്തി ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് ലൈവായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. മറ്റ് 2 കുർത്തികൾ ഓൾറെഡി വാഷ് ചെയ്തതാണ്, അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ ഇങ്ങോട്ട് പറയാം. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറയുമ്പോൾ ഈ ഒരു ജോർജറ്റ് കുർത്തിയായിരുന്നു. ഇത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കളർ ഒന്നും തന്നെ പോകത്തില്ല. ഒരു ജോർജറ്റ് മെറ്റീരിയലിലെയും കളർ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകത്തില്ല. അതിൻ്റെ വർക്കുകളും ബീഡ്സ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി എന്നല്ലാതെ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് കളറൊന്നും പോകത്തില്ല കേട്ടോ. അതുപോലെ തന്നെ കോട്ടൻ്റെ ഒന്നും കളർ ഇളകിയിട്ടില്ല, കാരണം ഇതിൻ്റെ കളർ ഇളകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇടയ്ക്കോട്ടൊക്കെ കയറി പിടിക്കുമായിരുന്നു. ഇതൊട്ടും കളർ പോയിട്ടില്ല. എന്നാൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളെ ഈ 3ാമത്തെ കുർത്തി തിരിച്ചു കളഞ്ഞു കേട്ടോ. ഇതിൽ നന്നായിട്ട് കളർ ഇളകുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കളർ ഇളകുമോ എന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട സമയത്ത് എൻ്റെ മേത്ത് ഇച്ചിരി വെള്ളമായപ്പം ഞാനൊന്ന് ചെറുതായിട്ട് പിഴിഞ്ഞ് കളയാൻ നോക്കിയപ്പോൾ ഉണ്ടാവും കുറച്ച് കളർ ഇളകി വരുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് മെഷീൻ വാഷ് ഞാൻ ചെയ്യാൻ നിന്നില്ല. നമ്മൾ മെഷീൻ വാഷ് ഇത് ചെയ്യാൻ നിൽക്കരുത് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങുമ്പോൾ, കാരണം നമ്മളത് മറ്റു ഡ്രസ്സിലും കൂടെ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പം അതിൻ്റെ ഒരു കൈയുടെ ഒരു അറ്റവോ താഴത്തെ ഒരു ഭാഗത്തിൻ്റെ ഒരു സൈഡോ നമ്മളൊന്ന് സോപ്പിട്ടൊന്ന് കഴുകി നോക്കി കളർ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഒന്നിച്ചിട്ട് മെഷീൻ വാഷ് ചെയ്യാം കേട്ടോ മറ്റു ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പ്ലെയിൻ വാട്ടറിലിട്ട് ഞാനൊന്ന് മുക്കിയെടുത്തപ്പം കളറൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സോപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ തിരുമാൻ തുടങ്ങുമ്പോഴത്തേക്കും സംഭവം എന്താ, നന്നായിട്ട് കളർ ഇളകുന്നുണ്ട്, നല്ലപോലെ കളർ ഇളകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 വാഷിൽ തന്നെ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് കളർ വരുന്നുണ്ടായിരുന്നു. ഒരു 5-6 വാഷും 6ാമത്തെ വാഷൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു കളർ പോകുന്നു കുറച്ച് കുറഞ്ഞു കേട്ടോ, ലൈറ്റായിട്ട് വന്നു. പക്ഷേ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കളർ പോയിന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പിഞ്ചി പോകുന്നോ അല്ലെങ്കിൽ നരച്ച പോലെ ആവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ. അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.